ഇതിന് എന്ത് വെറൈറ്റി എന്ന് ആലോചിക്കുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള സിമ്പിളായിട്ടുള്ള ഒരു പുഡിംഗ് ആട്ടോ എന്നിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 1/3 കപ്പ് പഞ്ചസാര ഒന്ന് കാരമൽ ആകാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഒരു കാരമൽ സോസിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുന്ന ഒരു പുഡിങ്ങാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് അതൊന്ന് കാരമൽ ചെയ്തെടുക്കാം. അപ്പോൾ അത് ആ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. നമുക്ക് കാരമൽ സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാട്ടോ ആദ്യം തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ ചെയ്ത് വെക്കണം. പിന്നെ അതിലേക്ക് 1/2 കപ്പ് ക്രീം, വിപ്പിംഗ് ക്രീമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മെൽട്ടായത് പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടായി തിളച്ച് വന്നതിന് ശേഷം ഒന്ന് എടുത്ത് വെക്കുക കേട്ടോ. നന്നായി തണുത്ത ശേഷമാണ് ഇത് നമ്മൾ പുഡിങ്ങിലേക്ക് യൂസ് ചെയ്യുന്നത്. തണുക്കുമ്പോൾ അത് തിക്കായിട്ട് വരും. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള പാലൊന്ന് തിളപ്പിക്കാൻ വെക്കാം. 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് പൗഡർ, വാനില കസ്റ്റേർഡ് പൗഡറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ. അപ്പം ആ പാലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് നമുക്ക് മധുരത്തിന് ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് കണ്ടൻസ് മിൽക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ അതിന് പുറമെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂണാണ് കണ്ടൻസ് മിൽക്ക് ചേർത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലേക്ക് നമ്മുടെ ഈ ഒരു കസ്റ്റാർഡ് മിക്സ് ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് ഒഴിച്ച് കൊടുത്ത ശേഷം ഇളക്കി കൊടുക്കാതിരിക്കരുത്. അടി പിടിക്കാനും കട്ട കുത്താനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ തുടരെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. തിക്കായിട്ട് വന്നിങ്ങനെ ബബിൾസ് വരുന്ന ഒരു തിള വരുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിൽ നിന്ന് ആ ചൂടോടെ തന്നെ കേട്ടോ നമ്മൾ ഏതിലാണോ സെറ്റ് ചെയ്തെടുക്കുന്നത് ആ ട്രേയിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് അരികുവശം കളഞ്ഞിട്ടുള്ള 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ വെച്ച് കൊടുക്കാം. ഈ ഒരു പുഡിങ്ങിലേക്ക് എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്ത് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു കസ്റ്റേർഡ് മിക്സ് പെട്ടെന്ന് തന്നെ സെറ്റാവും. പിന്നെ അതിന് മുകളിൽ നമ്മുടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസ് ഉണ്ടല്ലോ, കാരമൽ സോസ്, അത് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൽ മുകളിലായിട്ട് വീണ്ടും ഒരു ലെയർ കൂടെ ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് നട്ട്സൊക്കെ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടെ ഉണ്ടാകുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ഒരു ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം. ഞാൻ ഏലക്ക ഫ്ലേവറിലുള്ള ഒരു ബിസ്ക്കറ്റാട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കസ്റ്റേർഡ് മിക്സും കൂടെ എല്ലാ ഭാഗത്തേക്കും അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ എല്ലാം ഞാൻ ഇങ്ങനെ 3 ലെയറായിട്ടാണ് ഒഴിച്ചെടുക്കുക. ഇങ്ങനെ നമുക്ക് ഇതുപോലെ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ സോസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മാത്രം നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ നട്ട്സോ ഒക്കെ ചേർത്തിട്ട് അങ്ങനെ മാത്രമെങ്കിലും സെർവ് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ നല്ല റിച്ച് ഫ്ലേവറും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം, ഈ ഒരു അളവിലേക്ക് ഒരു 1/4 കപ്പ് തന്നെ മതി കേട്ടോ. അതൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം കണ്ടൻസ് മിൽക്ക് മതി. അതിനുശേഷം അതിലേക്ക് ഈ ഒരു സോസ് ഉണ്ടല്ലോ അതൊന്നുകൂടെ തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ അതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഞാൻ ഡെക്കറേഷന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് സ്റ്റിഫ് ആവണമെന്നൊന്നുമില്ല. നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ ഒരുപാട് സ്റ്റിഫായി ബീറ്റ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പുഡിംഗ് ട്രേയിലേക്ക് ഇത് ഒഴിച്ച് വെക്കുക. പുഡിംഗ് നന്നായിട്ട് സെറ്റായതിന് ശേഷം ഇത് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഡെക്കറേഷന് വേണമെങ്കിൽ പറഞ്ഞ പോലെ നട്ട്സ് ചേർക്കാം. ഞാനിത് ചെയ്ത സമയത്ത് നട്ട്സ് ഉണ്ടായിരുന്നില്ല കേട്ടോ. നട്ട്സ് ഇല്ലാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ മാത്രം നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുത്താലും പെരുന്നാളിന് നിങ്ങൾക്ക് സ്റ്റാർ ആവാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. പെരുന്നാളായില്ലേ, അപ്പോൾ എല്ലാവർക്കും എന്ത് ഡെസേർട്ട് ഉണ്ടാക്കും എന്നുള്ളതൊക്കെ ആലോചനയിലായിരിക്കും. അപ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുന്നുണ്ട് കേട്ടോ. വെറൈറ്റി ആയിട്ട് ചെയ്താൽ വരുന്ന ഗസ്റ്റുകൾക്കും ഇഷ്ടമാവും, വീട്ടുകാർക്കും ഇഷ്ടമാവും, എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ പേജിൽ FB പേജിലാണ് നിങ്ങൾ വീഡിയോസ് കാണണമെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്